ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പരിസ്ഥിതിയും പുരോഗതിയും ഒരുമിച്ച് കൊണ്ടുപോകാനാകുമെന്ന് ഇന്ത്യ തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാൽ ഉൽപാദനക്ഷമതയിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനം കൈവരിക്കാൻ കേരളത്തിനായെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി സംസ്ഥാന ക്ഷീരകർഷക സംഗമം പടവ് 2026 കൊല്ലത്ത് തുടക്കമായി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. സ്വർണ്ണ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കണ്ണൂരും തൃശൂരും. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ നെയ്യഭിഷേകം സമാപിച്ചു. തീർത്ഥാടകർക്കുള്ള ദർശനം നാളെ അവസാനിക്കും. ജെഇഇ മെയിൻ ഒന്നാം സെഷൻ പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. പരിസ്ഥിതി പരിപാലനവും പുരോഗതിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് ഇന്ത്യ തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ കാലിയബോറിൽ 6950 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോറിന് തറക്കല്ലിടൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രകൃതി സംരക്ഷണം ഒട്ടേറെ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. കാസിരംഗ വെറുമൊരു ദേശീയോദ്യാനം അല്ലെന്നും അസമിന്റെ ആത്മാവാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അസമിൽ നിന്നുള്ള 2 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാമാഖ്യ റോത്തക്, ദിബ്രുഗഡ് ലക്നൌ എന്നീ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് കാലിയബോറിൽ നിന്ന് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തത്. സംസ്ഥാന ക്ഷീരകർഷക സംഗമം പടവ് 2026 കൊല്ലത്ത് തുടക്കമായി. ക്ഷീരസംഗമം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാൽ ഉൽപാദനക്ഷമതയിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനം കൈവരിക്കാൻ സംസ്ഥാനത്തിനായെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായുള്ള ഡയറി എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 5 ദിവസമായി തൃശൂർ ജില്ലയെ കലാപൂർണമാക്കിയ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. വൈകുന്നേരം തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലും പരിപാടിയിൽ പങ്കെടുക്കും. പോയിന്റ് പട്ടികയിൽ കണ്ണൂർ ജില്ലയാണ് മുന്നിൽ. തൃശൂർ 2ാം സ്ഥാനത്തും പാലക്കാട് 3ാം സ്ഥാനത്തുമാണ്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം വീണ്ടും ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന കാഴ്ചയോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. നേരിയ മാർജിനിൽ കണ്ണൂരാണ് 1ാം സ്ഥാനത്ത് തുടരുന്നത്. കഴിഞ്ഞ വർഷവും ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ടായപ്പോൾ 1 പോയിന്റിന്റെ ലീഡിലാണ് തൃശൂർ ജേതാക്കളായത്. കിരീടം നിലനിർത്താൻ ആഞ്ഞുപൊരുതുന്ന തൃശൂരിന് കണ്ണൂരിനെ മറികടക്കണമെന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ റണ്ണറപ്പായ പാലക്കാടിനെ പിടിച്ചുകെട്ടുക കൂടി വേണമെന്നുള്ളതാണ്. ഇന്ന് 8 ഇനങ്ങൾ കൂടിയേ ശേഷിക്കുന്നുള്ളൂ. ഓരോ ഇനത്തിലെയും പോയിന്റ് വളരെ നിർണായകമായിരിക്കും. കേരളത്തിൽ എസ്ഐആറിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eca.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. ലക്ഷദ്വീപ്, പുതുച്ചേരി, ഗോവ, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ എസ്ഐആറിന്റെ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർക്ക് അവകാശവാദങ്ങളും എതിർപ്പുകളും ഈ മാസം 19 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം. അടുത്ത മാസം 21-നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്താനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഓരോ മേഖലകളിലും സെക്ടറൽ ഓഫീസർമാരും പോലീസ് ഉദ്യോഗസ്ഥരും നേരിട്ട് ചെന്ന് പരിശോധിച്ചാണ് പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്തുക. 3164 ഇവിഎം യന്ത്രങ്ങളും 3417 വിവിപാറ്റ് മെഷീനുകളുമാണ് ജില്ലയിൽ ഉള്ളത്. ഒരാഴ്ചയ്ക്കകം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും ജില്ലയിൽ ആരംഭിക്കും. നിലവിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് ആണ് നടക്കുന്നത്. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 29-ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ ശാസ്താവിനുള്ള നെയ്യഭിഷേകത്തിന് സമാപനമായി. തീർത്ഥാടകർക്ക് നാളെ നടയടയ്ക്കും വരെ മാത്രമേ ദർശനം അനുവദിക്കുകയുള്ളൂ. ഇന്ന് രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലുള്ള കളഭാഭിഷേകം നടന്നു. മണിമണ്ഡപത്തിലെ 5 നാൾ നീണ്ട കളമെഴുത്തിനും എഴുന്നള്ളത്തിനും ഇന്ന് സമാപനമാകും. നാളെ വൈകിട്ട് 6 വരെ പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ മാത്രമേ ദർശനത്തിനായി സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കൂ. മറ്റന്നാൾ രാവിലെ 6:30 പൂജകളും ചടങ്ങുകളും പൂർത്തിയാക്കി നടയടയ്ക്കും. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പൈലറ്റ് കേന്ദ്രം നാളെ കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി, കെ.ബി. ഗണേഷ് കുമാർ എന്നിവരും പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിൽ ചെയ്യാൻ സൌകര്യമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂൺ വർക്ക് നിയർ ഹോം പദ്ധതിക്കാണ് നാളെ തുടക്കമാകുന്നത്. പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, കഴിവുള്ള പ്രൊഫഷണലുകളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരിക, സംസ്ഥാനത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൊട്ടാരക്കരയിൽ സജ്ജീകരിച്ചിരിക്കുന്ന വർക്ക് നിയർ ഹോം കേന്ദ്രത്തിൽ 141 പ്രൊഫഷണൽ വർക്ക് സ്പേസുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. JEE മെയിൻ 1ാം സെഷൻ പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21നും 24നും ഇടയിൽ BE, BTech പേപ്പർ 1 എഴുതുന്നവരുടെ അഡ്മിറ്റ് കാർഡാണ് പുറത്തിറക്കിയത്. JEE.main.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഇവ ഡൌൺലോഡ് ചെയ്യാം. തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ, താമ്പ്രത്തേക്കും ഹൈദരാബാദിലേക്കും അമൃത് ഭാരത് ട്രെയിനുകൾ അനുവദിച്ചെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കൂടാതെ ഗുരുവായൂരിനും തൃശൂരിനും ഇടയിൽ പുതിയ ട്രെയിനിനും അനുമതിയായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ അറിയിച്ചു. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ 76.13 കോടിയുടെ ബഹുനില മന്ദിരം നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കിഫ്ബി ഫണ്ടിൽ നിന്നും 76.13 കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൌകര്യങ്ങളോടെ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. 7 നിലയുള്ള കെട്ടിടത്തിൽ കിടത്തി ചികിത്സയ്ക്ക് ആദ്യഘട്ടത്തിൽ 130ഓളം കിടക്കകളാണ് സജ്ജമാക്കുക. ഗ്രൌണ്ട് ഫ്ലോറിൽ അത്യാഹിത വിഭാഗം, 7 കിടക്കകൾ, എക്സ്റേ, അൾട്രാസൗണ്ട്, 1ാമത്തെ നിലയിൽ മെയിൽ വാർഡ്, ഫീമെയിൽ വാർഡ്, മെയിൽ സർജിക്കൽ വാർഡ്, ഫീമെയിൽ സർജിക്കൽ വാർഡ്, 2ാമത്തെ നിലയിൽ OP, ലബോറട്ടറി, ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ്, CSSD, 3ാമത്തെ നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, 4ാമത്തെ നിലയിൽ മെയിൽ വാർഡ്, ഫീമെയിൽ വാർഡ്, ഡെന്റൽ യൂണിറ്റ്, 5ാമത്തെ നിലയിൽ മെയിൽ വാർഡ്, ഫീമെയിൽ വാർഡ്, പീഡിയാട്രിക് വാർഡ്, 6ാമത്തെ നിലയിൽ പേ വാർഡ് എന്നിവയാണുള്ളത്. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. ഇരുവരും ഓരോ കളികൾ ജയിച്ച് പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അപഹരിച്ച കേസിൽ തന്ത്രി കണ്ഠര് രാജീവരെ കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ കോടതിയിൽ ഹാജരാക്കിയാണ് തന്ത്രിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. കേസുകളിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജികൾ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. കണ്ണൂർ ഇരിട്ടി എടക്കാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തും. കാക്കയിലാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചത്. വളർത്തുപക്ഷികളിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റിന് വീണ്ടും ദേശീയ അംഗീകാരം. ഡൽഹിയിൽ നടന്ന ഗവേണൻസ് നൌ 6ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സമ്മിറ്റിൽ കൈറ്റിന്റെ സമഗ്ര പ്ലസ് AI പ്ലാറ്റ്ഫോമിന് പുരസ്കാരം ലഭിച്ചു. കുട്ടികൾക്ക് ഓരോരുത്തർക്കും അവരുടെ പഠന നിലവാരത്തിനനുസരിച്ച് പഠനം ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന നൂതന AI പ്ലാറ്റ്ഫോമാണ് സമഗ്ര പ്ലസ് AI. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. പരിപാടിയുടെ 130ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതിയും പുരോഗതിയും ഒരുമിച്ച് കൊണ്ടുപോകാനാകുമെന്ന് ഇന്ത്യ തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാലുൽപാദനക്ഷമതയിൽ രാജ്യത്ത് 2ാം സ്ഥാനം കൈവരിക്കാൻ കേരളത്തിനായെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026-ന് കൊല്ലത്ത് തുടക്കമായി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. സ്വർണ്ണ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കണ്ണൂരും തൃശൂരും. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ നെയ്യഭിഷേകം സമാപിച്ചു. തീർത്ഥാടകർക്കുള്ള ദർശനം നാളെ അവസാനിക്കും. JEE മെയിൻ 1ാം സെഷൻ പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഇൻഡോറിൽ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.